ഇവിടെ ഇരിക്കട്ടെ. പോക്കറ്റിൽ വെക്കല് അതെന്തോ ആ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഈ പോക്കറ്റിലോട്ട് വെക്കുന്നത്? ഈ പോക്കറ്റിൽ 2 കിലോ ചില്ലറ കിടപ്പുണ്ട്. എന്റെ ബാലൻസ് തെറ്റും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറ്റി വെച്ചേക്കുന്നത്. പിന്നെ എന്റെ കാര്യം ഒന്നുകൂടെ പരിഗണിക്കണേ. നിങ്ങളുടെ കാര്യം എന്ത് പരിഹരിക്കാൻ നീല ചേച്ചി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ചോദിക്കും, നീ ഇതെന്തോടെ പറയുന്നത്? ഒന്നെങ്കിൽ മലയാളം പറ, അല്ലെ തമിഴ് പറ. എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്താ വേണമെന്ന് പറയൂ. അല്ലെ, എനിക്കൊരു 2000 രൂപ കിട്ടുവാന്നുണ്ടെങ്കിലേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കഴിഞ്ഞ ആഴ്ച 1200 രൂപ എന്റെ വാങ്ങിച്ചു. പലിശ പോലും നിങ്ങൾ തന്നിട്ടില്ലെന്ന് ഓർത്തോണം. ആ പലിശ ലോകത്തില്ലാത്ത പലിശ നിന്റെ, അതുകൊണ്ടാണ് തരാഞ്ഞത്. ഇപ്പൊ എത്ര പൈസ വേണ്ടുന്നത്? ഒരു 2000 രൂപ. ഞാൻ കേട്ടില്ല. 5000 രൂപ തരാം. 2000 രൂപ തരാം, അതാ ഞാൻ കേട്ടത്. 2000 പിടിക്കാം. പിന്നെ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണം നിങ്ങള്. നിങ്ങൾ ഇവിടുന്ന് പെൻഷനായി പോകുന്നതിന് മുമ്പേ എനിക്കൊന്ന് തിരുമ്മി തരണം. അഹങ്കാരി, ഇതിന്റെ കെട്ടിയോണ്ടോടെന്ന് പറയണേ. എനിക്ക് പൈസക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, എന്നാലും നിന്റെ ശരീരം തടവി തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ, എന്റെ ശരീരം തടവുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ പോകുന്നതിന് മുമ്പേ എന്റെ പൈസ തിരുമ്മി തരണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. മനസ്സിലായോ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് തരുന്നത് അറിയാമോ? മനസ്സിലായേ. എനിക്ക് എന്റെ ജോലി ചെയ്യണം. ഞാൻ പോയി ജോലി ചെയ്തിട്ട് അന്തസ്സായിട്ടുള്ള എന്റെ ജോലി. അമ്മാ വല്ലോ തരണേ. 2 ഡയലോഗ് അത് വെച്ചവൻ സാറേ വല്ലോം തായോ. എന്റെ പൊന്നിയേട്ടാ, എന്റെ ഒന്നുമില്ല. എങ്കിൽ എന്റെ കൂടെ വായോ. എനിക്ക് വലിയ സൗന്ദര്യം പിടിക്കാൻ 5 പൈസ പോലെ അമ്മ വല്ലോം തായോ. 18 5 പൈസ തരത്തില്ലേ? തിരുവല്ലയ്ക്ക് പോകുന്ന 182 നമ്പർ സൂപ്പർ ഫാസ്റ്റ് ബസ് ഉടനെ പോകും. വേണമെങ്കിൽ ഓടിക്കേറിക്കോ. അയ്യോ, ഇത് എവിടെ? ഇത് വണ്ടി നിർത്താൻ വേണ്ടി ഓടിക്കുമല്ലോ. എനിക്ക് ഈ മുട്ട പൊരിച്ചത് ഉച്ചക്ക് കഴിക്കുന്നത് ഭയങ്കര ശീലമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ പേരിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് എന്ന് പറയുന്നത് വഴക്ക് വല്ലതാണോ സാറേ? വായുമായിട്ട് വല്ലതാണോ? അല്ലെന്ന്, മുട്ടയിടുന്ന കോഴിയായിട്ട്. ഞാൻ എങ്ങനെ അതിന്റെ പൂവിൽ ഇങ്ങനെ നുള്ളിയിട്ട് ചോദിച്ചു, നിനക്കൊരു കണക്ക് കൂട്ടലല്ലേ ഒരു മുട്ട ഇടുന്നതിൽ? ഒരു മാസത്തിൽ എനിക്ക് തരേണ്ട മുട്ട നിനക്ക് അറിയില്ല എന്നൊരു മീറ്റിംഗ് വെച്ചായിരുന്നു. അപ്പൊ അത് പറഞ്ഞ സമയം പോയി തരുന്നില്ല. ബാങ്ക് മാനേജരാ, വീട്ടിലെ കോഴിയായിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുക. അല്ല സാറിപ്പോ ഏത് ബാങ്കിലാ ജോലി ചെയ്യുന്നത്? ഞാൻ തിരുവല്ലയാണ്. സാറിപ്പഴേ തിരുവല്ലയിലെ ബാങ്ക് മാനേജർ എന്നല്ലേ പറഞ്ഞേ? അതെ. സാർ എന്നെ ഒന്ന് സഹായിക്കണം. ഇത് വിരല് പെട്ടുപോയാ സഹായിക്കാന്നാണ് പറഞ്ഞത്? അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ സാറേ, എനിക്കൊരു ലോണിന് അനുവദിക്കണം അങ്ങോട്ട്. ഏത് ലോണാ വേണ്ട? അതായത് വീട് വെക്കാൻ ഒരു ലോൺ തരണം. പിന്നെ ലോൺ എടുക്കുന്നവരെല്ലാം വഴി കളഞ്ഞിട്ട് പോകണം. അവർ വീട്ടിൽ കൊണ്ടുപോകല്ലേ? വീട് വെക്കാനല്ല, വീട് വെക്കാൻ എനിക്കൊരു ലോൺ അനുവദിച്ച് തരണം, അതാ പറഞ്ഞത്. ഇപ്പൊ ലീനയ്ക്ക് വീടില്ലയോ? ചെറിയൊരു വീടുണ്ട്, പക്ഷെ എന്റെ നാത്തും കാര്യം അവിടെ 2 തല വീട് വെച്ചു. അപ്പൊ ആ ലെവൽ എനിക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു ലോൺ തരണം. ആണല്ലേ? വീട് വെക്കാനേ എന്റെ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കൂ. അസൂയക്കും കുശുമ്പിനും ലോൺ കൊടുക്കുന്ന പരിപാടി നമുക്കില്ല. എന്തെങ്കിലും ഒരു അന്നത് വേണ്ട വല്ല കച്ചവടം തുടങ്ങാൻ എന്തെങ്കിലും ഒരു അങ്ങനെ നമുക്ക് മുദ്രയുടെ ലോൺ നോക്കിയാലോ? ഉണ്ടോ? മുദ്രയ്ക്ക് ലോൺ ആരും പറഞ്ഞറിഞ്ഞില്ലേ? എനിക്കറിയാത്. പതാക, തൃപ്പതാക, അർത്ഥപതാക, കത്തരിമുഖ, കടകാമുഖം 50,000. എന്താ സംഭവം? മുദ്ര. ഈ മുദ്രയ്ക്ക് ലോണോ? ഈ നമ്മളെ ഈ തൂത്തുവാരുന്ന വേസ്റ്റ് എല്ലാം ഇവിടെ തന്നെ ഇടുന്നത്. അത് ഞാൻ ഇതിലാക്കിയിട്ട് അങ്ങ് പുറകിൽ ഒരു കുഴിയുണ്ട്, അവിടെ കൊണ്ട് കളയും. അവിടെ തന്നെ ഒരു കവറിലാക്കി ഇത് കളഞ്ഞേക്കണം ഈ മുദ്ര ലോൺ. എന്താ സാധനം? അത് കത്തിക്കാൻ നിൽക്കരുത്. അത് കത്തൂല. വെറുതെ മുദ്ര എന്ന് പറഞ്ഞാൽ. തിരുവല്ലയ്ക്ക് പോകുന്ന മറ്റേ ബസ്സും ഇപ്പൊ പോകും. വേണമെങ്കിൽ വീണ്ടും ഓടിക്കേറിക്കോ. മറ്റേ ബസ് പോകുന്ന ഒരു ബസ്സും പോണില്ലല്ലോ. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. സാറേ ആശ്വസിക്കുക, മൈക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ? ആണല്ലേ? വണ്ടിയോ കിട്ടുന്നില്ല. എന്തെങ്കിലും തരണം. 2 ദിവസമായി ഞാൻ കഴിച്ചിട്ട്. ഒന്നുമില്ല. എന്തെങ്കിലും സാറേ, ഞാൻ കഴിച്ചിട്ട് 2 ദിവസമായെന്ന്. ഒന്നുമില്ലെന്ന് എന്റെ പറഞ്ഞില്ലേ? എന്ത് കഴിച്ചിട്ടില്ല? എനിക്ക് 250 രൂപ ചാപ്പാട് കഴിക്കാൻ. അതോടെ അപ്പുറത്തെ ക്യാൻറ്റീൻ 20 രൂപയ്ക്കാണ് കഴിക്കുന്നത്. നിങ്ങൾ 250 രൂപയ്ക്കാണ് കഴിക്കുന്നത്. സാർ അവിടെ 20 രൂപയ്ക്കാണ് കഴിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ഇടവഴി കിടക്കേണ്ട കുടുംബശ്രീയുടെ ഹോട്ടലുണ്ട്. അവിടെ സിലോപ്പിയ വറുത്ത നല്ല കിടക്കുന്ന സാധനമാണ്. 250 രൂപ. ഞാൻ എന്നും അതാ കഴിക്കുന്നത്. നിങ്ങളത് അധ്വാനിച്ച് പോയി മേടിച്ച് കഴിക്കണം. എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യം തോന്നുന്നു. 250 രൂപ സാറേ. 250 രൂപ ഒന്നുമില്ല. പോ, തന്റെ കാര്യം നോക്കി പോ. എന്റെ കയ്യിൽ പൈസ ഇരിപ്പില്ലേ? എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടെ സാധനത്തിൽ ഇതെന്തോ തെങ്ങിന്റെ പേര് വെച്ച് ഇടിച്ചേക്കുന്നു. തെങ്ങിന്റെ പേര് വെച്ചിരിക്കുന്നല്ല, ഇതിന്റെ QR കോഡ് ഇവിടെ കയറ്റിയാൽ മതി. ഗൂഗിൾ പേ കൊണ്ട് നടക്കുവാണോ ഇങ്ങനെ തെണ്ടുന്നത്? ഗൂഗിൾ പേ തെണ്ടുന്നത് എങ്ങനെ? നിങ്ങളുടെ കാര്യം നോക്കട്ടോ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അധ്വാനിച്ച് ജീവിക്കാൻ നോക്ക്. വെറുതെ ഓരോരുത്തർ ഓരോ കാര്യങ്ങളായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇതുപോലുള്ള ആൾക്കാർ. അങ്ങോട്ട് നോക്കി. എന്തിനാ എന്നെ മാന്തി?
എന്നെ മാന്തി പോകത്തില്ലേ? ഏതാ? അത് എന്റെ തൊലി ഇഞ്ഞിതാ, എന്റെ തൊലി മാറ്റി എടുക്കുന്നത് പൈസ തന്നെ ഒരു പറയും. മനുഷ്യനെ ബുദ്ധിമുട്ടി നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിക്കണം നിങ്ങൾക്ക്. സാറേ ഞാൻ അധ്വാനിച്ച് തന്നെ ജീവിച്ചത്. എന്ത് ഇത് പാറമടയിലെ ജോലിയായിരുന്നു. ഞാനും മുനിയാണ്ടിയുടെ കൂടി പാറമടയിൽ എന്ത് ജോലിയായിരുന്നു? ഞാനവിടെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുമായിരുന്നു. പാറമടയിൽ പാറ പൊട്ടിക്കുന്ന ജോലിയായിരുന്നു സാറേ. അങ്ങനെ വലിയൊരു പാറ പൊട്ടി വന്നിട്ട് എന്റെ കൂട്ടുകാരൻ ചെന്തിൽ മണിയുടെ തലയിൽ വീണു. അതിൽ കഴിഞ്ഞ പിന്നെ എനിക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല സാറേ. സെന്തിൽ മണിയുടെ തലയിൽ പാറ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പണിയേത്ത? ഞാൻ ജയിലിൽ കിടക്കുമായിരുന്നു. ഞാനല്ലേ അവന്റെ തലയിൽ പാറ എടുത്തിട്ടത്. നിങ്ങൾ ഈ പണിയെല്ലാം ചെയ്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം നോക്കി. ഇത് ഒരുപാട് ഉപദ്രവകാരിയാണല്ലോ നിങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്ന ആളാണ്. 5 പൈസ താ സാറേ. 10 പൈസ ഇല്ലെന്ന് പറഞ്ഞു നിങ്ങൾ മാറിപ്പോ. നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കാൻ പറഞ്ഞില്ലേ നിങ്ങൾ? അധ്വാനിക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ ഞാനേ വന്ന വളി മറക്കത്തില്ല. വല്ലപ്പോഴൊക്കെ അതൊക്കെ മറക്കണം. പുതിയത് പറയല്ലോ ഇതൊക്കെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന എന്തിന്? സാറേ ഒന്ന് മനസ്സിലാക്കും സാറേ. ഇങ്ങോട്ട് നോക്ക് സാറേ, ഒന്ന് മനസ്സിലാക്കും. എന്തോടാ പൊക്കളി നുള്ളി തിന്നത്? എന്തോടാ പൊക്കളി നുള്ളി തിന്നത്? വിശക്കുന്ന അതുപോലെ താൻ ഇങ്ങനെ കാണിക്കേണ്ട കാര്യം വേറെ എങ്ങോട്ടെങ്കിലും പോടാ. താൻ എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എന്തിനാ? വിട്. അല്ല സാറിന് കാർ എടുത്തില്ലായിരുന്നോ? ഇല്ല, ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലൊരു സൈൻ ചെയ്തിട്ട് നേരെ ചെന്നൈക്ക് പോകണം. ഓ, ചെന്നിട്ട് എന്തിനാ പോകുന്നത്? ചെന്നിട്ട് എന്തിനാ പോണെന്ന്? ചെന്നൈക്ക് പോണോന്ന് പറഞ്ഞു. ചെന്നൈക്ക് പോണോ? അവിടെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ പോണം. പക്ഷെ എനിക്ക് ചെന്നൈ നഗരം പരിചയമില്ല. അതാ ഞാൻ ഇപ്പൊ അത്ര അത്യാവശ്യമായിട്ട് പോകുന്ന ചെന്നൈയിൽ ആരെയോ പരിചയപ്പെടാനാ? പരിചയം അതല്ലെന്നേ, നഗരം എനിക്ക് പരിചയമില്ല. ഓ, അങ്ങനെ. അതെ. സാർ ചെന്നൈക്ക് പോവാണ്. ഓ, ചെന്നൈയിൽ എനിക്ക് നല്ല പരിചയം ഉണ്ട് സാറേ. ചെന്നൈയിലാണ് ഞാൻ ജനിച്ചതൊക്കെ. ഇവിടാണ് ഞാൻ പിച്ച വെച്ചത്. എന്താ അവിടെ വെച്ച് മുട്ടിൽ ആരെങ്കിലും കയറി പിടിച്ചിരുന്ന? എന്താ ചെന്നൈയിൽ വെച്ച് പിച്ച വെക്കാൻ സമ്മതിച്ചില്ല? അല്ല, ഞാൻ ചെന്നൈ ജനിച്ച് ഇവിടെ കേരളത്തിൽ ഞാൻ പിച്ച വെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞത്. ചെന്നൈയിൽ ഇപ്പൊ സാറിന് ആരുടെയും വലിയ പരിചയമൊന്നും ഇല്ലയോ? ഇല്ലില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ അനിയനുണ്ട് കൗണ്ടർ രാജ. അവന്റെ കൂടെ വേണേ സാറിന് അവിടെ താമസിക്കാൻ 2-3 ദിവസം. അവന്റെ അടുത്തൊന്നും ചുമ്മാ എന്തിനാ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ മെട്രോ തൂണ്ട് താഴേക്ക് ഞാൻ കിടക്കുന്നത്? നിങ്ങളുടെ കൾച്ചറാണോ എന്റെ കൾച്ചർ? അങ്ങനല്ല, അതല്ല, അതിന് വേറെ ആളെ നോക്കണം. അതല്ല സാറേ, അവൻ ചെന്നൈ സിറ്റിയുടെ നടുക്കെ 5 നില കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. അവന്റെ സ്വന്തം ലക്ഷറി വില്ല, അവിടെ സാറിന് താമസിക്കാം. പുള്ളിക്ക് എന്തോ ജോലി അവിടെ? അവൻ ഇടപ്പള്ളി ടോളിൽ കോട്ടിട്ട് തെറ്റുന്നു. അവന്റെ ജോലി ആണല്ലേ? നന്നായിരിക്കട്ടെ. നിനക്ക് പൈസ വല്ലതും കിട്ടുന്നുണ്ടോ? എനിക്ക് പൈസ ഒന്നും ആവില്ല. അതെന്താ? ആദ്യം നിന്റെ ഈ വസ്ത്രം ഒന്ന് മാറ്റണം. എന്നിട്ട് കീറി പറഞ്ഞ ഷർട്ടും പാൻറ്റും ഇട്ടോണ്ട് നീ ഇറങ്ങണം. അന്നേരം ആൾക്കാർ നിനക്ക് പൈസ തരും. അതല്ലാതെ ബാക്കിയുള്ള നമ്മുടെ എന്റെ പൊന്നു സാറേ, എന്റെ പൊന്നു ചേച്ചി, ഞാൻ കീറി പറഞ്ഞ ജീൻസും കീറി പറഞ്ഞ ഉടുപ്പ് ഇട്ടുകൊണ്ട് തെണ്ടാൻ നടക്കിപ്പോ ഒരു സാർ വന്ന് എന്നോട് പറയാം ഇവിടെ കിടന്ന് കറങ്ങാതെ കോളേജിൽ പോടാന്ന്. അയ്യോ, അത് ശരിയാ. ഇപ്പോഴത്തെ ട്രെൻഡിങ് അതാ. അത് ആൾക്കാരുടെ തെറ്റ് പറ്റും കേട്ടോ. അതങ്ങനെ ശരിയാ. വണ്ടിയും വരുന്നില്ല സാറേ. ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ നിന്റെ അടുത്ത്? നിനക്ക് എന്തോ പറഞ്ഞാൽ മനസ്സിലാവൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തുണ്ട് സാറേ? തിരുവല്ലക്ക് ഇനി ഒരു ബസ് അങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. തിരുവല്ലക്ക് ഒരു ബസ്സേ ഉള്ളൂ? അതെ. ബാക്കിയുള്ള ബസ്സൊക്കെ അതല്ല, തിരുവല്ലക്ക് ഒരു ബസ്സേ ഉള്ളൂ. പെട്ടെന്ന് കയറി പോണോന്ന് പറഞ്ഞു. നീ എന്തോന്നരാ ഇങ്ങനെ ഒറ്റയ്ക്ക് വെച്ച് തിന്നുന്നത്? ബാക്കി ആൾക്കാരെ കൊടു. എന്തോ സംഭവം? എന്തോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ മാഷെ? എന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? സാറേ, അനൗൺസ്മെന്റ് ഇല്ല. ബസ് എടുക്കുന്നു. കേറിക്കോ. ബസ് എടുക്കുന്ന കേറിക്കോളാന്. ഞാനിപ്പോ നോട്ടെ, കുറച്ച് കഴിഞ്ഞ് പോ. എന്റെ പൊന്നെ, ഞാൻ അങ്ങോട്ട് ആക്കി തരാം. സാർ കേറുന്നു. വീണോ? എടുക്കോ സാറേ? ബസ് എടുത്തൊന്ന് നോക്കി. ബസ് അല്ല, ഞാൻ വേണ്ട സാറിന് എടുക്കുക. കുഴപ്പമില്ല. ബസ് എടുത്തൊന്ന് നോക്കി. എനിക്ക് പൊക്കോളാം, ഞാൻ പൊക്കോളാം. നിങ്ങൾ നിങ്ങൾ തൂക്കണം. അല്ല സാർ, ചേച്ചി 500 രൂപ ഇവിടെ എവിടെയോ പോയി ചേച്ചി. എന്റെ 500 രൂപ കാലത്തില്ല ചേച്ചി. നിങ്ങൾ എടുത്തല്ലേ പൈസ? ഒറ്റ കീറ വെച്ചോണ്ടല്ലോ. എന്റെ മര്യാദക്കാണെങ്കിൽ മര്യാദക്കാ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ കണ്ണ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ കണ്ണ് പറഞ്ഞു മര്യാദക്ക് എന്റെ വാഗോട്ട് പോലും പറയാൻ പറ്റില്ല. പിന്നെ എന്റെ കണ്ണ് പറയുന്നത് 500 രൂപ കാണാൻ സാറേ. 500 രൂപ കാണാൻ സാറേ. എവിടെ പോയി? നീ 250 രൂപയ്ക്ക് ഊട് പിടിച്ച് അടിക്കുന്ന നീ എന്റെ അടുത്ത് 500 രൂപ ചോദിക്കണം. വേറെ കാര്യം നോക്കി. ബസ്സും വരുന്നില്ല. എന്തോന്ന് 500 രൂപ എന്റെ കാണല്ലേ? ഞാൻ എന്റെ 500 രൂപ കാണല്ലേ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അത് ലോജിക്കുണ്ട്. ഇതെന്തുവാ? ഇല്ല, ഞാനേ ബസ്സിലോട്ട് കേറുന്നു. ഞാൻ പൊക്കോളാം. നിങ്ങൾക്ക് എന്ത് വേണം? ആ ബസ്സോടെ പോയി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. ഞാൻ ഇന്ന് പോണില്ല. പോരെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം. വണ്ടി ഒരു മനുഷ്യനെ എവിടെ പോയി ചേച്ചി? എന്റെ പൈസ എവിടെ? എനിക്കറിഞ്ഞൂടാ. നീ എന്റെ പറഞ്ഞ പറഞ്ഞേ. ഇവിടെ ഒരു 10 പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ കൊണ്ട് കൊടുക്കും. 500 രൂപ കളഞ്ഞു പോയെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. സാറേ, എഴുന്നേറ്റ് മാറി. ഞാൻ ഒന്നുകൂടെ തൂക്കട്ടെ അവിടെ. ആരെങ്കിലും എടുത്തോണ്ട് പോയി എവിടെയും കൊണ്ട് കളയുന്ന പൈസ എനിക്കൊന്ന് തൂക്കണമായിരുന്നു. നിങ്ങൾ തൂക്കണം. അവിടെ മാറാന് ഞാൻ മാറിക്കൊള്ളാം. നിങ്ങൾ തൂക്കം. ഇവിടെ തന്നെ തൂക്കേണ്ട കാര്യം എന്തോ? നമുക്ക് പോണ്ടേ? നീ അങ്ങോട്ട് പോയ പോക്കിനൊന്ന് വീണായിരുന്നു. മൂടും കുത്തിയാ വീണത്. പക്ഷെ തലക്ക് റില്ലില്ലാത്ത പോലെ സംസാരിക്കുന്നത്. ഇതെന്തോ കാണിക്കുവാ? എവിടെ പോന്ന്? എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ എത്തേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ശേഷം ചെന്നൈ പോണം. ഇറങ്ങിയോ? എന്റെ അത്യാവശ്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റും. നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക്. ഞാൻ ഇങ്ങനെയും പോകും ചിലപ്പോ.
അറിഞ്ഞൂടെ എന്റെ ദൈവമേ, എന്തൊക്കെ കണ്ട ഒരു ദിവസം പോവും. എന്റെ ദൈവമേ, എന്റെ പൈസ ഏതാവലും എടുത്തെങ്കിൽ അവന്റെ തലയിൽ ഇടിവെട്ട് വീഴണേ. അഞ്ഞൂടാ എന്ത് ഒരു 500 രൂപയ്ക്ക് ഇത്രയും വലിയ പ്രാക്കുണ്ട്. നിന്നെ ഞാൻ വെറുതെ എടുത്തിട്ട് അത്ര ക്ലാസ് ഇടിച്ചു വന്ന് അല്ല, കാണാൻ നല്ല രസമുണ്ട്. എന്ത് കാണാൻ രസം? എന്റെ പൈസ പൊട്ടിച്ചിട്ടാണ് നീ ബാങ്ക് പറയുന്നത്. കള്ളം പറഞ്ഞാ തിരുത്ത് പായലാതി. അല്ല, ഇത് എന്തോ ഏത് അമ്പലത്തിലാ പോണേ? നല്ല ഭസ്മം. ചേച്ചിയെ ഇപ്പൊ ഭയങ്കര എനിക്ക് കുറച്ച് ഒരു ഇടി കൊടുക്കണം. അങ്ങോട്ട് കുരുങ്ങി ഞാൻ പറയട്ടെ കാര്യങ്ങള്. എന്റെ കാര്യങ്ങൾ പറഞ്ഞേ. നീ ഭയങ്കര മാനേജാണോ നീ? സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് ഫുൾ ആണ്. ഞാൻ കടന്നു പോകാന്ന് ഒരുത്തനും വിചാരിക്കണ്ട. വേണമെങ്കിൽ ഓടിക്കേറിക്കോ. സാറേ, അത് സുൽത്താൻ ബത്തേരിക്കുള്ള ബസ്, തിരുവല്ലക്കുള്ളതല്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കോട്ടെ. അപ്പൊ സാറിന്റെ ബാഗോ? ഇപ്പൊ അവനല്ലേ മാനേജർ, അവനെടുത്ത് കൊടുത്തേക്ക്.